സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ആൽക്കഹോൾ, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് എന്നുള്ള സെക്കൻഡ് ഇയറിലെ ഓർഗാനിക് കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സിലെ ജെഇ മെയിൻ എക്സാമിനേഷന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള തിയറി ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതിന്റെ ബേസിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, monochlorination of toluene in sunlight followed by hydrolysis with aqueous KOH yield. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. monochlorination of toluene in sunlight followed by hydrolysis with aqueous KOH yield. Options: A orthocresol, B metacresol, C 2,4-dihydroxytoluene, D benzyl alcohol, E pyrogalone. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഈ ചോദ്യം മോണോക്ലോറിനേഷൻ ഓഫ് ടൊളുവിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അപ്പൊ നമ്മൾ ഹാലോ ആൽക്കൈൻ, ഹാലോ അരിൻസ് എന്ന ചാപ്റ്ററിൽ ഹാലോജിനേഷൻ എന്ന റിയാക്ഷൻ രണ്ടെണ്ണം പഠിച്ചിട്ടുണ്ട്. ഒന്ന് സൈഡ് ചെയിൻ ഹാലോജിനേഷൻ, രണ്ടാമത്തെ ന്യൂക്ലിയർ ഹാലോജിനേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നു മോണോക്ലോറിനേഷൻ ഓഫ് ടൊളുവിൻ. ഇതാണ് ടൊളുവിൻ എന്നുള്ള കോമ്പൗണ്ട്, CH2. ഇതിനെ ക്ലോറിനേറ്റ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സൺലൈറ്റിന്റെ പ്രസൻസിൽ ക്ലോറിനേറ്റ് ചെയ്താൽ നമുക്കറിയാം അത് ഏതാണ്? ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് സൈഡ് ചെയിൻ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ ബെൻസീറിംഗിന്റെ സൈഡ് ആയിട്ട് വരുന്ന അലിഫാറ്റിക് ചെയിനിലാണ് ക്ലോറിനേഷൻ നടക്കുന്നത്. മോണോ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ ക്ലോറിൻ. അല്ലെ? അപ്പൊ എങ്ങനെ വരും നമ്മുടെ പ്രൊഡക്റ്റ്? ബെൻസീറിംഗിലെ ടൊളുവിന്റെ CH3 ഗ്രൂപ്പിലെ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ആര് വരും? ക്ലോറിൻ വരും. ദാറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഈസ് ബെൻസൈൽ ക്ലോറൈഡ്. ഈ ബെൻസൈൽ ക്ലോറൈഡ്. ഓക്കെ, ഇനി ഇതിനെ അടുത്ത സ്റ്റെപ്പായിട്ട് അടുത്ത റിയാക്ഷൻ പറയുന്നത് ട്രീറ്റ്മെന്റ് വിത്ത് അക്വസ് KOH. അക്വസ് KOH നമുക്കറിയാം, അക്വസ് KOHന്റെ ഫംഗ്ഷൻ എന്താ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഹാലോ ആൽക്കൈനിലേക്ക് നമ്മൾ അക്വസ് KOH ഇട്ടാൽ ക്ലോറിന് പകരം അല്ലെങ്കിൽ ഹാലോജന് പകരം ആര് വരും? OH വരും. അല്ലെ? അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എന്താവും? ബെൻസീറിംഗിൽ ഈ ക്ലോറിന് പകരം, ദാറ്റ് ഈസ് CH2Cl പകരം ഇവിടെ ആര് വരും? OH. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോ toluene on monochlorination gives in presence of sunlight gives benzyl chloride, which on aqueous KOH, treatment with aqueous KOH gives എന്താണ്? benzyl alcohol. The final product is benzyl alcohol. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസറിലെ ഓപ്ഷൻസ് ഏത് വരും? ഓപ്ഷൻ ഡി ആണ് ബെൻസൈൽ ആൽക്കഹോൾ. അപ്പൊ ഫസ്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ. ദെൻ രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ആക്ട് ആസ് സ്ട്രോങ്ങസ്റ്റ് ബേസ്? 5 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏതാണ് സ്ട്രോങ്ങസ്റ്റ് ബേസ് എന്നാണ് ചോദ്യം. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ആക്ട് ആസ് സ്ട്രോങ്ങസ്റ്റ് ബേസ്? ഓപ്ഷൻ എ C6HYCH2O-, ഓപ്ഷൻ ബി OH-, ഓപ്ഷൻ സി OR-, ഓപ്ഷൻ ഡി C6H5O-, ഓപ്ഷൻ ഇ ബെൻസീറിംഗിലെ NO2 അതിൽ O-, ദാറ്റ് ഈസ് മെറ്റാ നൈട്രോ ഫീനോക്സൈഡ് അയോൺ. ഈ 5 അയോണിൽ ആരാണ് മോർ ബേസിക് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ എങ്ങനെ നോക്കാം, കണ്ടുപിടിക്കും. 5 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അതിന്റെ ഓർഡർ ഓഫ് ബേസിസിറ്റി വിച്ച് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ബേസ് എന്നാണ് ചോദ്യം. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പൊ നമുക്കറിയാം, നിങ്ങൾ ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിൽ അയോണിക് ഇക്വിലിബ്രിയത്തിൽ കോൺജുഗേറ്റ് ബേസും കോൺജുഗേറ്റ് ആസിഡും പഠിച്ചിട്ടുണ്ട്. അല്ലെ? ഒരു ആസിഡ് H+ റിലീസ് ചെയ്താൽ ഉണ്ടാവുന്ന സാധനമാണ് കോൺജുഗേറ്റ് ബേസ്. ഒരു ബേസിലേക്ക് H+ ആഡ് ചെയ്താൽ ഉണ്ടാവുന്ന സാധനമാണ് കോൺജുഗേറ്റ് ആസിഡ്. അപ്പൊ ഒരു സബ്സ്റ്റൻസിന്റെ അസിഡിക് ക്യാരക്ടറും അതിന്റെ ബേസിക് ക്യാരക്ടറും, അല്ലെങ്കിൽ വേറൊരു സബ്സ്റ്റൻസിന്റെ ബേസിക് ക്യാരക്ടറും അതിന്റെ കോൺജുഗേറ്റ് ബേസിന്റെ സ്ട്രെങ്തിനെയും സ്റ്റെബിലിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പഠിച്ചതാണ് acidic character or acidity is directly proportional to stability of conjugate base or inversely proportional to strength of conjugate base. ഒരു സബ്സ്റ്റൻസിന്റെ അസിഡിക് ക്യാരക്ടർ
അതിന്റെ കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റിയെ ഡയറക്റ്റ് ആയിട്ട് പ്രൊപ്പോർഷൻ ആണ്. അതുപോലെ സ്ട്രെങ്ത് ഓഫ് കോൺജുഗേറ്റ് ബേസുമായി ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് എന്തായിരിക്കും? വീക്ക് ആയിരിക്കും. സ്ട്രോങ് ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് വീക്ക് ആയിരിക്കും, മോർ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അതാണ് അതിന്റെ മീനിങ്. ഇതുപോലെ തന്നെയാണ് ബേസിസിറ്റി. ബേസിക് ക്യാരക്ടർ ഓർ ബേസിസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു stability of conjugate acid and inversely proportional to strength of conjugate acid. Above, basic character is directly proportional to stability of conjugate acid and inversely proportional to strength of conjugate acid. അപ്പൊ നമ്മളിവിടെ ചോദിച്ച ബേസിക് ക്യാരക്ടർ. അപ്പൊ ബേസിക് ക്യാരക്ടർ ആർക്കാണ് കൂടുതലെന്ന് അറിയാൻ കറസ്പോണ്ടിങ് അതിന്റെ കോൺജുഗേറ്റ് ആസിഡിന്റെ സ്ട്രെങ്ത് കമ്പയർ ചെയ്താണ്. കോൺജുഗേറ്റ് ആസിഡിന്റെ സ്ട്രെങ്ത്. അതുപോലെ അസിഡിക് ക്യാരക്ടർ കമ്പയർ ചെയ്യാൻ കറസ്പോണ്ടിങ് അതിന്റെ കോൺജുഗേറ്റ് ബേസിന്റെ സ്ട്രെങ്ത് കമ്പയർ ചെയ്താണ്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതെല്ലാം എന്താണ്? ബേസിക് ക്യാരക്ടർ, ബേസിക് സബ്സ്റ്റൻസ് ആണ്. കാരണം ബേസിസിറ്റി ആണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ C6H5CH2O, ദാറ്റ് ഈസ് ബെൻസീറിംഗിൽ CH2O മൈനസ്. ഓപ്ഷൻ ബി OH മൈനസ്. ഓപ്ഷൻ സി OR മൈനസ്. ഓപ്ഷൻ ഡി C6H5O minus, that is benzene O minus. Then last option, meta nitro O minus, that is meta nitro phenoxide. Okay, അപ്പൊ ഇതെല്ലാം ബേസിക് ക്യാരക്ടർ ആണ്. ഇതിന്റെ ഓർഡർ ഓഫ് ബേസിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഓർഡർ ഓഫ് ബേസിറ്റി കമ്പയർ ചെയ്യാൻ സ്ട്രെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആസിഡ്, അതിന്റെ സ്ട്രെങ്ത്. അപ്പൊ നമുക്കെല്ലാം ഇതിന്റെ എല്ലാം കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് ആസിഡ് എങ്ങനെ കിട്ടുക? ഇതിലേക്ക് H+ ആഡ് ചെയ്യും. അപ്പൊ ഇതിന്റെ കോൺജുഗേറ്റ് ആസിഡ് ഏത് വരും? ബെൻസീറിംഗിൽ CH2O മൈനസ്, ദാറ്റ് ഈസ് ബെൻസൈൽ ആൽക്കഹോൾ. അല്ലെ, ബെൻസൈൽ ആൽക്കഹോൾ ആണ് ഇതിന്റെ കോൺജുഗേറ്റ് ആസിഡ്. OH മൈനസിലേക്ക് H+ ആഡ് ചെയ്താൽ H2O. അപ്പൊ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് OH മൈനസ് H. OR മൈനസിലേക്ക് H+ വന്നാൽ ROH ആയി, ദാറ്റ് ഈസ് ആൽക്കഹോൾ. ഇതിലേക്ക് വന്നാൽ ഫീനോൾ ആയി. ഇതിലേക്ക് വന്നാൽ മെറ്റാ നൈട്രോ ഫീനോൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിന്റെ അസിഡിക് ക്യാരക്ടർ കമ്പയർ ചെയ്താൽ അതിനനുസരിച്ച് നമുക്ക് ബേസിറ്റി പറയാം. അപ്പൊ ബേസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ സ്ട്രെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആസിഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ ആരാണോ സ്ട്രോങ് ആസിഡ് അയാളായിരിക്കും വീക്ക് ബേസ്. ആരാണോ വീക്ക് ആസിഡ് അയാളായിരിക്കും സ്ട്രോങ് ബേസ്. അപ്പൊ നമ്മോട് ചോദിച്ചത് ആരാണ് സ്ട്രോങ് ബേസ് എന്ന്. അപ്പൊ ഇതിൽ ആരാണ് വീക്ക് ആസിഡ് നോക്കിയാൽ മതി. ഇതൊരു ആൽക്കഹോളാണ്, അല്ലെ? ഇതൊരു ആൽക്കഹോളാണ്. ഇത് വാട്ടർ ആണ്. ഇതൊരു ആൽക്കഹോളാണ്. ഇത് ഫീനോളാണ്. ഇതും ഫീനോളാണ്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ പറയാം ഓർഡർ ഓഫ് അസിഡിറ്റി. ആൽക്കഹോളും വാട്ടറും ഫീനോളും കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം അസിഡിറ്റി ഏറ്റവും കുറവ് ആർക്കാണ്? ആൽക്കഹോൾ, പിന്നെ വാട്ടർ, പിന്നെ ഫീനോൾ. അപ്പോ ഇതിൽ രണ്ട് ആൽക്കഹോൾ ഉണ്ട്. ഒന്ന് ഇത്, രണ്ടാമത്തെ ഇത്. ഇതൊരു അരോമാറ്റിക് ആൽക്കഹോൾ ആണ്. ഇതൊരു ആലിഫാറ്റിക് ആൽക്കഹോൾ ആണ്. അപ്പൊ അരോമാറ്റിക് ആൽക്കഹോളും ആലിഫാറ്റിക് ആൽക്കഹോളും നോക്കുമ്പോൾ നമുക്കറിയാം അരോമാറ്റിക് ആൽക്കഹോൾ ആണ് മോർ അസിഡിക് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ബെൻസീറിൻ. അപ്പൊ ബെൻസീറിനിൽ റെസണൻസ് ഉള്ളതുകൊണ്ട് അതിന്റെ അസിഡിക് ക്യാരക്ടർ കുറച്ചുകൂടി കൂടുതലായിരിക്കും ആലിഫാറ്റിക് ആൽക്കഹോളിനേക്കാൾ. അപ്പൊ ആലിഫാറ്റിക് ആൽക്കഹോളും അരോമാറ്റിക് ആൽക്കഹോളും നോക്കുമ്പോൾ ആലിഫാറ്റിക് ആൽക്കഹോൾ ആയിരിക്കും ലീസ്റ്റ് അസിഡിക്. ലീസ്റ്റ് അസിഡിക് എന്ന് പറഞ്ഞാൽ അതിനായിരിക്കും ബേസിക് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ, കറസ്പോണ്ടിങ് കോൺജുഗേറ്റ്. അപ്പൊ ഇതാണ് ആൽക്കഹോൾ ആണ് ലീസ്റ്റ് അസിഡിക്, therefore അതിന്റെ കറസ്പോണ്ടിങ് കോൺജുഗേറ്റ് ആസിഡ് ആണ് സ്ട്രോങ് ബേസ്. അപ്പോ therefore OR മൈനസ് ഈസ് എ സ്ട്രോങ് ബേസ്. ഓക്കെ, സോറി, ഇതിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് OR മൈനസ് ആണ് സ്ട്രോങ് ബേസ്. അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ തിരിച്ച് അസിഡിക് ക്യാരക്ടർ ചോദിക്കാം ബേസിക് ക്യാരക്ടർ തന്നിട്ട്. അപ്പൊ അവിടെ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക, അസിഡിറ്റി ആൻഡ് ബേസിസിറ്റി. Acidity is directly proportional to stability of conjugate base and inversely proportional to strength of conjugate base.
Basic is directly proportional to stability of conjugate acid and inversely proportional to strength of conjugate acid. അതായത് ഒരു സ്ട്രോങ് ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് വീക്ക് ആയിരിക്കും, ഒരു സ്ട്രോങ് ബേസിന്റെ കോൺജുഗേറ്റ് ബേസ് വീക്ക് ആയിരിക്കും. സോറി, ഒരു സ്ട്രോങ് ബേസിന്റെ കോൺജുഗേറ്റ് ആസിഡ് വീക്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ രണ്ടാമത്തെ ചോദ്യത്തിലുള്ള തിയറി. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം. മാർക്ക് ദി കറക്റ്റ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ദി ഫോളോയിങ് വിത്ത് HBr or HCl. ഒന്നാമത്തത് ബെൻസൈൽ ആൽക്കഹോൾ, രണ്ടാമത്തത് പാരാനൈട്രോ ബെൻസൈൽ ആൽക്കഹോൾ, മൂന്നാമത്തത് പാരാക്ലോറോ ബെൻസൈൽ ആൽക്കഹോൾ. ഈ മൂന്ന് കോമ്പൗണ്ടിന്റെയും റിയാക്ഷൻ വിത്ത് HBr or HCl, ജനറലി HXുമാണ് റിയാക്ഷന്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് പോവാം. മൂന്ന് കോമ്പൗണ്ടാണ് അല്ലെ, നമുക്കറിയാം ആൽക്കഹോൾ, ഇത് മൂന്നും ആൽക്കഹോളാണ്. ആൽക്കഹോളിന്റെ റിയാക്ഷൻ വിത്ത് HX അല്ലെ, ആൽക്കഹോൾ ROH HXുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? ഈ RO ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആറിന്റെ മുകളിൽ പ്ലസ് കാർബോകാറ്റയോൺ അല്ലെ. അപ്പൊ ഈ റിയാക്ഷന്റെ ഇന്റർമീഡിയറ്റ് ആരാണ്? കാർബോകാറ്റയോൺ. ഇനി ഇതിലേക്കാണ് ആര് വരിക? HX വന്നിട്ട് RX പ്ലസ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് H2O ഉണ്ട്. അപ്പൊ ഇവിടെ ഈ റിയാക്ഷൻ ഇന്റർമീഡിയറ്റ് ആരാണ്? കാർബോകാറ്റയോൺ. അപ്പൊ നമുക്കറിയാം ഏതൊരു റിയാക്ഷന്റെയും റിയാക്ടിവിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് ഇന്റർമീഡിയറ്റ് ആണ്. ഒരു റിയാക്ഷന്റെ റിയാക്ടിവിറ്റി അതിന്റെ ഇന്റർമീഡിയറ്റിന്റെ സ്റ്റെബിലിറ്റിയുമായി ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ. അപ്പൊ ഇന്റർമീഡിയറ്റിൽ ഏതാണോ മോർ സ്റ്റേബിൾ അയാളായിരിക്കും മോർ റിയാക്റ്റീവ്. അപ്പൊ നമുക്കിവിടെ ഇന്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ആയതുകൊണ്ട് ഈ മൂന്ന് കോമ്പൗണ്ടിന്റെയും ഇന്റർമീഡിയറ്റ് ആയിട്ട് ഉണ്ടാവുന്ന കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ കോമ്പൗണ്ട് ബെൻസീറിംഗിൽ CH2O, that is CH2OH CH2 plus ആണ്. Then രണ്ടാമത്തത് പാരാ നൈട്രോ ബെൻസൈൽ കാർബോകാറ്റയോൺ CH2 plus. മൂന്നാമത്തത് പാരാ ക്ലോറോ ബെൻസൈൽ കാർബോകാറ്റയോൺ. ഓക്കെ, ഈ മൂന്ന് കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റിയാണ് നമുക്ക് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ബെൻസീറിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിലെല്ലാം ബെൻസീറിംഗ്. അപ്പൊ ബെൻസീറിംഗിൽ നമ്മൾ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഏത് ഇഫക്റ്റാണ് നോക്കേണ്ടത്? മീസോമറിക് ഇഫക്റ്റ് ഓർ റെസണൻസ് ഇഫക്റ്റ്. അപ്പൊ ഇവിടെ CH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത റിംഗുമായിട്ട് യാതൊരു ഗ്രൂപ്പും ഇവിടെ ഇല്ല. പാരാ പൊസിഷനോ അല്ലെങ്കിൽ വേറെ ഒരു പൊസിഷനും വേറെ ഗ്രൂപ്പ് ഒന്നും ഇല്ല. അപ്പൊ there is no mesomeric effect. എന്നാൽ CH2 അറ്റാച്ച് ചെയ്ത റിംഗിൽ ഒരു NO2 ഗ്രൂപ്പ്, NH2 അല്ല NO2 ഗ്രൂപ്പ് അല്ലെ. NO2 ഗ്രൂപ്പിന്റെ മീസോമറിക് ഇഫക്റ്റ് എന്താണ്? പ്ലസ് M ആണോ മൈനസ് M? ഇറ്റ് ഇസ് എ മൈനസ് M ഗ്രൂപ്പ് അല്ലെ. മൈനസ് M ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇലക്ട്രോൺ വിഡ്രോ ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ ഇത് ക്ലോറിൻ. നമുക്കറിയാം ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് അറിയാൻ വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ അതുമായി അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ചോദ്യം വന്നു. ക്ലോറിൻ നമുക്കറിയാം പ്ലസ് M ആണ്, പക്ഷെ അതിന് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മൈനസ് I ആണ്. അപ്പൊ നമ്മൾക്ക് അറിയാം ഒരു കേസിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റും മീസോമറിക് ഇഫക്റ്റും ഒരുമിച്ച് വന്നാൽ നമ്മൾ ഏത് ഇഫക്റ്റ് ആണ് എടുക്കേണ്ടത്? മീസോമറിക് ഇഫക്റ്റ് അല്ലെ, എക്സെപ്റ്റ് ഹാലോജൻ. ഹാലോജന്റെ കേസിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഈസ് മോർ പ്രിഡോമിനന്റ് ദാൻ മീസോമറിക് ഇഫക്റ്റ്. അപ്പൊ ഇവിടെ ക്ലോറിൻ പ്ലസ് M ആണ്, എന്നാൽ അവിടെ നമ്മൾ അതിന്റെ എന്താ നോക്കുക? മൈനസ് I ഇഫക്റ്റ് ആണ് നോക്കുക. കാരണം ഹാലോജന്റെ കേസിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ് മോർ പ്രിഡോമിനന്റ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ മൈനസ് M ഗ്രൂപ്പ് ആണ്, ഇവിടെ മൈനസ് I ഗ്രൂപ്പ് ആണ്. എന്നാൽ നൈട്രോ ഗ്രൂപ്പിൻ്റെത് മൈനസ് M ആണ്, മൈനസ് I ആണ്. ക്ലോറിൻ്റെത് മൈനസ് I ആണ്, പ്ലസ് M ആണ്. പക്ഷെ അവിടെ മോർ പ്രിഡോമിനന്റ് മൈനസ് I ആണ്. അപ്പൊ നമ്മളുടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ്. അപ്പൊ നമുക്കറിയാം മൈനസ് ഗ്രൂപ്പുകൾ എന്താ ചെയ്യുക? ഇലക്ട്രോൺ വിഡ്രോ ചെയ്യും. ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് കാർബണിന്റെ മുകളിലെ പോസിറ്റീവ് ചാർജ് ഇന്റൻസിറ്റി കൂടുകയാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി കുറയും. അപ്പൊ മൈനസ് M ഗ്രൂപ്പോ മൈനസ് I ഗ്രൂപ്പോ വന്നാൽ സ്റ്റെബിലിറ്റി എന്താ ചെയ്യുക? കുറയും അല്ലെ, സ്റ്റെബിലിറ്റി കുറയും. അപ്പൊ ഇവിടെ ഒരു ഗ്രൂപ്പും ഇല്ല. അപ്പൊ ഇതാണ് മോർ സ്റ്റേബിൾ. ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് M ആണ്, ഇവിടെ മൈനസ് I ആണ്. അപ്പൊ രണ്ടിനും സ്റ്റെബിലിറ്റി കുറവായി. ഇനി ഇത് ആരാണ് മോർ സ്റ്റേബിൾ എന്ന് ചോദിച്ചാൽ ഇവിടെ NO2 ഗ്രൂപ്പിന്റെ ഇൻഡക്റ്റീവ് ഇഫക്റ്റും മീസോമറിക് ഇഫക്റ്റും നെഗറ്റീവ് ആണ്. എന്നാൽ ക്ലോറിന്റെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രമാണ് നെഗറ്റീവ്. അപ്പൊ ഇത് കുറച്ചും കൂടി സ്റ്റേബിൾ ആവും. ഇതിനെ കമ്പയർ ചെയ്യും. ലീസ്റ്റ് സ്റ്റേബിൾ ഇതാണ് അല്ലെ. അപ്പൊ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഇത് 1, ഇത് 2, ഇത് 3. ഇതിനാരായിരിക്കും മോർ സ്റ്റേബിൾ?
1 is more stable, then 3. Okay, then ഇതാണ് order of stability. അപ്പോൾ നമുക്കറിയാം reactivity is also the same order. 1 is greater than 3 greater than 2. അല്ലേ? ആ order of reactivity same order ആണ്. കാരണം organic reaction the reactivity is directly proportional to stability of conjugate, stability of intermediate ആണ്. അപ്പോൾ answer is 1 greater than 3 greater than 2. അല്ലേ? 1 greater than 3 greater than 2. Answer is option E, last option. Okay. Fourth question. 1 propanol vapor passed over heated copper at 300 degrees Celsius yield. Okay. 1 propanol is passed over heated copper at 300 degrees Celsius. എന്താണ് ആൻസർ? നമുക്ക് നോക്കാം. Propanol അല്ലെങ്കിൽ 1 propanol, it's a primary alcohol. Reaction with the copper at 300 degrees Celsius. The reaction is called catalytic dehydrogenation. Like primary alcohol gives aldehyde, secondary alcohol gives ketone, tertiary alcohol gives alkene. Catalytic dehydrogenation. അപ്പോൾ propan 1-nol അല്ലെങ്കിൽ propanol ഇതൊരു primary alcohol ആണ്. Propan 1-nol it is a primary alcohol. അപ്പോൾ അത് ഹോട്ട് കോപ്പർ വയർ 300 ഡിഗ്രീസിൽ പാസ് ചെയ്താൽ എന്താവും? ഡീഹൈഡ്രോജനേഷൻ നടന്ന് എന്തുണ്ടാവും? ആൽഡിഹൈഡ് അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? 3 കാർബൺ ആണ്. CH3, CH2, CHO. ആൻസർ ഈസ് പ്രൊപ്പനാൽ. ആൻസർ ഈസ് പ്രൊപ്പനാൽ. ഓക്കെ, അപ്പോൾ പ്രൊപ്പാൻ 1-nol on reaction with the copper at 300 degrees Celsius. The product is propanal aldehyde. Okay. Then fifth question. Symmetrical trinitrophenol is called. Symmetrical trinitrophenol. Phenol 3 നൈട്രോ ഗ്രൂപ്പ് സിമെട്രിക്കൽ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോമ്പൗണ്ടിന്റെ പേരെന്താ? നിങ്ങൾക്ക് അറിയുന്ന കോമ്പൗണ്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് അതിന്റെ സ്ട്രക്ചർ നോക്കാം. ഇതാണ് ഫീനോൾ. ഫീനോളിൽ 3 നൈട്രോ ഗ്രൂപ്പ് സിമെട്രിക്കൽ ആയിട്ട് വരും അല്ലെ? അപ്പൊ നമുക്കറിയാം സിമെട്രിക്കൽ ആയിട്ട് വരണമെങ്കിൽ ഒന്ന് ഇവിടെ, രണ്ടാമത്തെ ഇവിടെ, മൂന്നാമത്തെ ഇവിടെ. That is 2,4,6 trinitrophenol. 2,4,6 trinitrophenol. ഇതാണ് IUPAC name. 2,4,6 trinitrophenol. ഈ കോമ്പൗണ്ട് പറയുന്ന പേരാണ് പിക്രിക് ആസിഡ്. Symmetrical trinitrophenol, that is 2,4,6 trinitrophenol, that is called picric acid. The answer is option C. മൂന്നാമത്തെ ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് അഞ്ചാമത്തെ ചോദ്യം. നെക്സ്റ്റ്, സിക്സ്ത് വൺ. Then sixth question. Phenol and benzoic acid can be separated by using. Phenol നമുക്കറിയാം അസിഡിക് ആണ്, ബെൻസോയിക് ആസിഡ് അസിഡിക് ആണ്. അപ്പൊ രണ്ട് അസിഡിക് ആയിട്ടുള്ള രണ്ട് സബ്സ്റ്റൻസ് നമുക്ക് എങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നോക്കുക. ഫീനോൾ ആൻഡ് ബെൻസോയിക് ആസിഡ് രണ്ടും അസിഡിക് ക്യാരക്ടർ ഉള്ള കോമ്പൗണ്ടുകളാണ്. അപ്പൊ ഫീനോള് അസിഡിക് ക്യാരക്ടർ ഉള്ളതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും? മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യും. ബേസുമായിട്ട് റിയാക്ട് ചെയ്താൽ സോൾട്ടും വാട്ടറും ഉണ്ട് അല്ലെ? ഇതൊക്കെ ഫീനോള് കാണിക്കുന്ന അസിഡിക് ക്യാരക്ടർ കാണിക്കുന്നതിന് എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ അതിന്റെ പ്രൂഫാണ്. എന്നാൽ ഫീനോളിനേക്കാൾ അസിഡിക് ക്യാരക്ടർ കുറവുള്ള ആൽക്കഹോൾ ഈ റിയാക്ഷൻസ് ഒന്നും കാണിക്കില്ല. ആകെ റിയാക്ഷൻ കാണിക്കുന്നത് റിയാക്ഷൻ വിത്ത് ആക്റ്റീവ് മെറ്റൽസ്. ആക്റ്റീവ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യും. ആ റിയാക്ഷൻ ആണ് ആൽക്കഹോൾ അസിഡിക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനേക്കാൾ അസിഡിക് ക്യാരക്ടർ കൂടിയ ആളാണ് ഫീനോൾ. അപ്പൊ അതെന്ത് ചെയ്യും? ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്താൽ സോൾട്ടും വാട്ടറും. എന്നാൽ ആൽക്കഹോൾ ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്താൽ സോൾട്ടും വാട്ടറും ഉണ്ടാവില്ല. അപ്പൊ ഇത് ആൽക്കഹോളും ഫീനോളും തമ്മിൽ തിരിച്ചറിയാൻ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇവിടെ ചോദ്യം ഫീനോളും ബെൻസോയിക് ആസിഡും ആണ്. നമുക്കറിയാം ബെൻസോയിക് ആസിഡ് ഒരു കാർബോക്സിലിക് ആസിഡ് ആണ്. കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അസിഡിക് ക്യാരക്ടർ കൂടിയ കോമ്പൗണ്ട്. ഫീനോളിനേക്കാൾ അസിഡിക് ക്യാരക്ടർ കൂടിയാണ്. അപ്പോ ഫീനോള് തരുന്ന എല്ലാ റിയാക്ഷൻസും ആരും കാണിക്കും? കാർബോക്സിലിക് ആസിഡ്, അതായത് ബെൻസോയിക് ആസിഡും കാണിക്കും. എന്നാൽ ബെൻസോയിക് ആസിഡ് മോർ അസിഡിക് ആയതുകൊണ്ട് അത് കാണിക്കുന്ന ചില റിയാക്ഷൻസ് ആര് കാണിക്കില്ല? ഫീനോൾ കാണിക്കും.
അതാണ് ഇവിടെ ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്കറിയാം അസിഡിക് ക്യാരക്ടർ ഉള്ള ചില സബ്സ്റ്റൻസ്, അസിഡിക് ക്യാരക്ടർ കാണിക്കുന്ന സബ്സ്റ്റൻസ് ഷോ ചെയ്യുന്ന പ്രധാനപ്പെട്ട റിയാക്ഷൻസ് ആണ് ആസിഡ് പ്ലസ് മെറ്റൽ. മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും? ഹൈഡ്രജൻ ഗ്യാസ് കൊടുക്കും. ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും? സോൾട്ടും വാട്ടറും. ഈ രണ്ട് റിയാക്ഷനും ആര് തരും? ഫീനോളും തരും, ബെൻസോയിക് ആസിഡും തരും. എന്നാൽ ആസിഡ് കാർബണേറ്റ് അതുപോലെ ബൈകാർബണേറ്റ് റിയാക്ട് ചെയ്താൽ സോൾട്ട് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ റിയാക്ഷൻ ആര് തരില്ല? ഫീനോൾ തരില്ല. കാരണം ഫീനോളിന്റെ അസിഡിക് ക്യാരക്ടർ ബെൻസോയിക് ആസിഡിനേക്കാൾ കുറവാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഫീനോളും ബെൻസോയിക് ആസിഡ് നമ്മൾ റിയാക്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ നമുക്ക് ഈ മൂന്നാമത്തെ റിയാക്ഷൻ ഉപയോഗിക്കാം. ഫീനോൾ ഡസ് നോട്ട് റിയാക്ട് വിത്ത് സോഡിയം ബൈകാർബണേറ്റ്, ബട്ട് ബെൻസോയിക് ആസിഡ് റിയാക്ട് വിത്ത് സോഡിയം ബൈകാർബണേറ്റ് ടു ഫോം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പൊ ഈ റിയാക്ഷൻ നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ആ ചോദ്യത്തിന് ആൻസർ. അപ്പൊ ഓപ്ഷൻസ് നോടി, നമുക്ക് ആ ഓപ്ഷൻസ് നോക്കാം. ഫീനോൾ ആൻഡ് ബെൻസോയിക് ആസിഡ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ യൂസിങ് NaOH പറ്റത്തില്ല, കാൽഷ്യം ക്ലോറൈഡ് കഴിയില്ല, HCl സൾഫ്യൂരിക് ആസിഡ് രണ്ടും അസിഡിക് ആണ്, പറ്റത്തില്ല, സോഡിയം ബൈകാർബണേറ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ ഇ. ഓക്കെ, ഇതാണ് ആറാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. ദെൻ ഏഴാമത്തെ ചോദ്യം, 7th question. The end product in the following reaction is. ഒരു റിയാക്ഷൻ സീരീസ് സീക്വൻസ് തന്നിട്ടുണ്ട്, അതിന്റെ എൻഡ് പ്രൊഡക്റ്റ് എന്താണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ആ റിയാക്ഷൻ അതുപോലെ എഴുതി പ്രൊഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫീനോൾ, ഫീനോൾ ആണ് ആദ്യം ഇനീഷ്യൽ കോമ്പൗണ്ട്. ഫീനോൾ റിയാക്ട് വിത്ത് NaOH. ഫസ്റ്റ് റിയാക്ഷൻ NaOH ഫീനോളുമായിട്ട് റിയാക്ട്. അപ്പൊ നമുക്കറിയാം ഫീനോൾ ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആണ്, NaOH ഒരു ബേസ് ആണ്. ആസിഡും ബേസും റിയാക്ട് ചെയ്യുന്നുണ്ടാവും സോൾട്ട് അല്ലെ. അപ്പൊ ഫീനോളിന് OH-ന് H-ന് പകരം എന്ത് വരും? സോൾട്ട്, ദാറ്റ് ഈസ് സോഡിയം ഫീനോക്സൈഡ്. രണ്ടാമത്തെ റിയാക്ഷൻ ഇത് റിയാക്ട് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡുമായി റിയാക്ട് ചെയ്താൽ നമുക്കറിയാം OH COONA, that is sodium salt of salicylic acid അല്ലെ. ഈ റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്പെഷ്യൽ റിയാക്ഷൻ ഫോർ ഫീനോൾ, ദാറ്റ് ഈസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ സ്പെഷ്യൽ റിയാക്ഷൻ, ദാറ്റ് ഈസ് കോൾബ്സ് റിയാക്ഷൻ. സോഡിയം ഫീനോക്സൈഡ് റിയാക്ട് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് 4 to 7 atm പ്രഷർ എന്താണ്ടാവുക? സാലിസിലിക് ആസിഡ്. അപ്പൊ ഇവിടെ സോഡിയം സാൾട്ടോ കാർബോക്സിലിക് ആസിഡ്, കാരണം മീഡിയത്തിൽ ആരുണ്ട്? ആൽക്കലി ഉണ്ട്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? അസിഡിഫൈ. ഇതിനെ അസിഡിഫൈ ചെയ്താൽ നമുക്ക് എന്തായി പ്രൊഡക്റ്റ്? സാലിസിലിക് ആസിഡ്, ദാറ്റ് ഈസ് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്. അപ്പോ ഈ റിയാക്ഷന്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താണ്? സാലിസിലിക് ആസിഡ്. The final product of the reaction is salicylic acid. Okay, അപ്പൊ നമ്മുടെ ആൻസർ ഏത് വരും? The end product in the following reaction is phenol NaOH react with sodium phenoxide, which on reacting with the carbon dioxide gives sodium salt of salicylic acid. അതിനെ അസിഡിഫൈ ചെയ്താൽ നമുക്ക് സാലിസിലിക് ആസിഡ് കിട്ടും. Therefore the final answer is option E. നമ്മൾ ആൻസർ, ഫൈനൽ ആൻസർ ഈസ് ഓപ്ഷൻ ഇ ആണ്. ഓക്കെ, ഇതാണ് ഏഴാമത്തെ ചോദ്യം. Then 8th question. Phenol on reaction with bromine in a non-polar solvent at 273 Kelvin gives male. Phenol on reaction with bromine in a non-polar solvent at 273 Kelvin is mainly. Okay, അപ്പൊ നമുക്ക് ആ ചോദ്യത്തിന് ആൻസറിലേക്ക് നോക്കാം. ഫീനോൾ റിയാക്ട് വിത്ത് ബ്രോമിൻ ഈ നോൺ പോളാർ സോൾവെന്റ്. അപ്പൊ നമുക്കത് ഏത് റിയാക്ഷൻ ആണ്? ഫീനോളിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഫീനോളിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമുക്കറിയാം. ഫീനോൾ OH ഗ്രൂപ്പ് എന്താണ്? +M ഗ്രൂപ്പ് ആണ്. അതൊരു സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. അപ്പൊ അതിലേക്ക് ഇലക്ട്രോഫൈൽ വരുമ്പോൾ അതിന്റെ റിയാക്ടിവിറ്റി കൂടും അല്ലെ. എന്നിട്ട് ഏത് ഡയറക്റ്റിംഗ് ആയിരിക്കും? ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആയിരിക്കും.
ഈ ഓർത്തോ പാര ഡയറക്റ്റിങ്ങിൽ തന്നെ നമുക്കറിയാം സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആണ് ഫീനോൾ, ഐ മീൻ OH ഗ്രൂപ്പ്. അപ്പൊ അതുകൊണ്ട് തന്നെ റിയാക്ഷൻ നടക്കുന്ന മീഡിയം പോളാർ മീഡിയം ആണെങ്കിൽ അവിടെ ഇലക്ട്രോഫൈലിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പം ഒരേ സമയത്ത് തന്നെ 2ലും 4ലും 6ലും 2, 4, 6 ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫീനോൾ ആണ് ഉണ്ടാവുക. എന്നാൽ പോളാർ സോൾവെന്റ്, സോറി നോൺ പോളാർ സോൾവെന്റ്സിലാണ്, ഞാൻ ആദ്യം പറഞ്ഞത് പോളാർ സോൾവെന്റ്സ് ലൈക്ക് വാട്ടർ മീഡിയം എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിക് സോൾവെന്റ്സ് ആണെങ്കിൽ അത് പോളാർ സോൾവെന്റ് ആണ്. എന്നാൽ നോൺ പോളാർ സോൾവെന്റ്സ്, കാർബൺ ഡൈസൾഫൈഡ് അല്ലെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡ് പോലെയുള്ള നോൺ പോളാർ സോൾവെന്റ്സിന്റെ പ്രസൻസിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫീനൽ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഓർത്തോ അല്ലെങ്കിൽ പാര, ഇതിലേതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുക. നമുക്കറിയാം അതിന്റെ മേജർ പ്രൊഡക്റ്റ് പാരയാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന റിയാക്ഷൻ ഫീനോൾ when react with bromine, phenol when react with bromine in presence of non-polar solvent. Non-polar solvent എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ ഡൈസൾഫൈഡ് ഓർ കാർബൺ ടെട്രാക്ലോറൈഡ്, ഇങ്ങനെയുള്ള നോൺ പോളാർ സോൾവെന്റ്സിന്റെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫൈനൽ ആൻസർ എന്താവും? ഫീനോളിന്റെ ഓർത്തോ ക്വസ്റ്റ്യനിൽ ബ്രോമിൻ വരും, ഫീനോളിന്റെ പാരാ ക്വസ്റ്റ്യനിൽ ബ്രോമിൻ വരും. ഓക്കെ, അപ്പൊ ഓർത്തോ ബ്രോമോ ഫീനോൾ ആൻഡ് പാരാ ബ്രോമോ ഫീനോൾ ഈസ് എ മേജർ. ഓക്കെ, അപ്പൊ അതിൽ ഏതാണ് മെയിൻലി ഉണ്ടാവുക? പാരാ ബ്രോമോ ഫീനോൾ ആണ് മേജർ പ്രൊഡക്റ്റ്. കാരണം സ്റ്റെറിക് ഇഫക്റ്റ് അനുസരിച്ച് പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കോമ്പൗണ്ട് ആണ് മോർ സ്റ്റേബിൾ ആവുക. അപ്പൊ ഇതാണ് മേജർ പ്രൊഡക്റ്റ്. ഓക്കെ, എന്നാൽ ഇതേ റിയാക്ഷനിൽ അറിഞ്ഞിരിക്കണം, ഇതേ ഫീനോൾ when react with bromine in presence of polar solvents, example water, polar solvents in the presence react ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും അറിയുന്നതാണ്? ഫീനോളിന്റെ 2ലും 4ലും 6ലും ബ്രോമിൻ, 2, 4, 6 ട്രൈ ബ്രോമോഫീനോൾ. ഓക്കെ, അപ്പൊ ഈ രണ്ട് റിയാക്ഷന്റെ ഡിഫറൻസ് അറിഞ്ഞിരിക്കും. അപ്പൊ നമ്മുടെ ഈ ചോദ്യത്തിന്റെ ആൻസർ ഏത് വരും? ഫീനോൾ ഓൺ റിയാക്ഷൻ വിത്ത് ബ്രോമിൻ in a non-polar solvent 273 Kelvin is mainly option A orthobromophenol, option B parabromophenol. അപ്പൊ നമ്മുടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ആൻസർ. parabromophenol, that is answer. Okay, then 9th question. The correct order of ease of dehydration. The correct order of ease of dehydration. അപ്പൊ നമുക്കറിയാം ആൽക്കഹോളിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ് ഡീഹൈഡ്രേഷൻ. ഓക്കെ, അപ്പൊ ഈ ഡീഹൈഡ്രേഷനിൽ പങ്കെടുക്കുന്ന 3 ആൽക്കഹോൾ തന്നിട്ടുണ്ട്. അതിന്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ആൽക്കഹോൾ നോക്കണം ഏതൊക്കെയാണ്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് അറിയാം ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എലിമിനേഷൻ ഓഫ് വാട്ടർ അല്ലെ. ബീറ്റ കാർബണിന്റെ മുകളിൽ നിന്ന് ഹൈഡ്രജനും ആൽഫ കാർബണിന്റെ മുകളിൽ നിന്ന് OH എലിമിനേറ്റ് ചെയ്ത് ബീറ്റ എലിമിനേഷൻ, സെയ്റ്റ്സഫ് റൂൾ ഒക്കെ പഠിച്ചുള്ള റിയാക്ഷൻ ആണ്. അപ്പൊ ഈ റിയാക്ഷന്റെ ഇന്റർമീഡിയറ്റ് ആരാണ്? കാർബോക്കേറ്റൈൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റീസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് കാർബോക്കേറ്റൈൻ അല്ലെ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന 3 ആൽക്കഹോൾ, ഒന്ന് സൈക്ലോഹെക്സനോൾ, രണ്ടാമത്തെ സൈക്ലോഹെക്സനോൾ തന്നെ, പക്ഷെ അതിനൊരു ഡബിൾ ബോണ്ട് ഉണ്ട്. മൂന്നാമത്തെ സൈക്ലോഹെക്സനോൾ തന്നെ, പക്ഷെ അതിൽ 2 ഡബിൾ ബോണ്ട്. അപ്പൊ ഇത് സൈക്ലോഹെക്സീനോൾ ആണ്, ഇത് ഡൈഈനോൾ ആണ്, 2 ഡബിൾ ബോണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന കാർബോക്കേറ്റൈൻ ആണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ കാർബോക്കേറ്റൈൻ എന്താണ്? സൈക്ലോഹെക്സൈൽ കാർബോക്കേറ്റൈൻ, ഇവിടെയാണ് പോസിറ്റീവ് ചാർജ്. രണ്ടാമത്തെ കാർബോക്കേറ്റൈൻ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലെ, OH എലിമിനേറ്റ് ചെയ്ത ഈ കാർബണിന്റെ മുകളിലാണ് കാർബൺ. ദെൻ മൂന്നാമത്തത് 2 ഡബിൾ ബോണ്ട് ഉള്ള സൈക്ലോഹെക്സ്, ഇവിടെയാണ് പോസിറ്റീവ് ചാർജ്. അപ്പൊ നമുക്കറിയാം ഈ 3 കാർബോക്കേറ്റൈൻ്റെയും സ്റ്റെബിലിറ്റി നമുക്ക് കമ്പയർ ചെയ്യാം. ഇത് സെക്കൻഡറി ആണ്, ഇത് സെക്കൻഡറി ആണ്, ഇതും സെക്കൻഡറി ആണ്. പക്ഷെ ഇതൊരു അല്ലൈനിക് സെക്കൻഡറി ആണ് അല്ലെ. എന്താ അല്ലൈനിക്? സിംഗിൾ ബോണ്ട് കാർബൺ കണക്ട് വിത്ത് ഡബിൾ ബോണ്ട് അല്ലെ.
ഇതും അല്ലൈലിക്കാണ്. പക്ഷെ ഈ അല്ലൈലിക്ക് എന്തുണ്ട്? ഒരു കോൺജുഗേഷൻ ഉണ്ടാവും. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ. അപ്പൊ ഒരു കോൺജുഗേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി വരും. അപ്പോ സെക്കൻഡറി, മൂന്ന് സെക്കൻഡറി ആണ്. പക്ഷെ ഇത് അല്ലൈലിക്കാണ്, ഇതും അല്ലൈലിക്കാണ്, പക്ഷെ അത് കോൺജുഗേഷൻ. അപ്പൊ ആരായിരിക്കും മോർ സ്റ്റേബിൾ? 1, 2, 3. ഏതായിരിക്കും മോർ സ്റ്റേബിൾ? 3 ഗ്രേറ്റർ ദാൻ 2 ഗ്രേറ്റർ ദാൻ 1 അല്ലെ? ഇതായിരിക്കും മോർ സ്റ്റേബിൾ. അപ്പൊ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എങ്ങനെ വരും? ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റോണിന്റെ ഓർഡർ ആണ്. അപ്പൊ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എങ്ങനെ വരും? 3 ഗ്രേറ്റർ ദാൻ 2 ഗ്രേറ്റർ ദാൻ 1. ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി ആണ് ആൻസർ. നമ്മൾ ഈ ചോദ്യത്തിന്റെ ആൻസർ ഈസ് ഓപ്ഷൻ ബി വരും. ഓക്കെ, then last question, 10th question. Which of the following is resistant to oxidation? ആൽക്കഹോളിന്റെ ഓക്സിഡേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആൽക്കഹോളിന്റെ ഓക്സിഡേഷൻ. ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് എന്ന കോമ്പൗണ്ട്. പക്ഷേ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോളിന്റെ ഓക്സിഡൈസിങ് ആക്ഷൻ ഒരുപോലെയല്ല. ഓക്കെ, പ്രൈമറി ആൽക്കഹോൾ നമുക്കറിയാം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണ്, അല്ലെ? അപ്പൊ പ്രൈമറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ RCH2OH ആണ്. ഇതാണ് പ്രൈമറി ആൽക്കഹോൾ. സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ RCH2ROH ആണ്. ദാറ്റ് ഈസ് R2CHO. ടെർഷറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ RCROH ആണ്. ഓക്കെ, അപ്പൊ പ്രൈമറി ആൽക്കഹോളും സെക്കൻഡറി ആൽക്കഹോളും നമുക്കറിയാം OH കണക്ട് ചെയ്ത കാർബണിന്റെ മുകളിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ പെട്ടെന്ന് നടക്കും. ഇവിടെ OH കണക്ട് ചെയ്ത കാർബണിന്റെ മുകളിൽ ഹൈഡ്രജൻ ഇല്ല, അപ്പൊ അവിടെ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ നടക്കില്ല, therefore ഓക്സിഡേഷൻ നടക്കില്ല. അപ്പോ പ്രൈമറി ആൽക്കഹോളും സെക്കൻഡറി ആൽക്കഹോളും, പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾ ഈസിലി ഓക്സിഡൈസബിൾ. സാധാരണ ഓർഡിനറി കണ്ടീഷനിൽ ഈസിലി ഓക്സിഡൈസബിൾ ആണ്. പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്താൽ ഉണ്ടാവും, ആദ്യം അത് ആൽഡിഹൈഡ് ആവും, then into acid. Secondary alcohol easily oxidized into ketone, but tertiary alcohol does not undergo oxidation under ordinary condition. അപ്പൊ അവിടെ ഓക്സിഡേഷൻ നടക്കില്ല. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ടെർഷറി ആൽക്കഹോൾ ഏതാണെന്ന് നോക്കിയാൽ മതി. ടെർഷറി ആൽക്കഹോൾ ഏതാണോ അതാണ് ഓർഡിനറി കണ്ടീഷനിൽ ഓക്സിഡൈസ് ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഓപ്ഷൻ എ CH3OH ഒരു പ്രൈമറി ആൽക്കഹോൾ ആണ്. ഓപ്ഷൻ ബി CH3CH2OH ഒരു പ്രൈമറി ആൽക്കഹോൾ ആണ്. ഓപ്ഷൻ സി CH3CHOH പ്രൈമറി ആണ്, സോറി സെക്കൻഡറി ആണ്. ഓപ്ഷൻ ഡി CH3 thrice COH ഒരു ടെർഷറി ആണ്. ഓപ്ഷൻ ഇ C6H5CH2OH ഒരു പ്രൈമറി ആൽക്കഹോൾ ആണ്. അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അതൊരു ടെർഷറി ആൽക്കഹോൾ ആയതുകൊണ്ട് അത് ഡു നോട്ട് അണ്ടർഗോ ഓക്സിഡേഷൻ അണ്ടർ ഓർഡിനറി കണ്ടീഷൻ. 10ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഇങ്ങനെയുള്ള എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഓർഗാനിക് എന്നെല്ലാം കെമിസ്ട്രി പാർട്ടിൽ നിന്ന് നമ്മൾ എക്സാമിനേഷന് വരിക. അപ്പോ കുറച്ച് ചോദ്യങ്ങൾ, പ്രീവിയസ് ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ അതിനുള്ള ഒരു സഹായമാണ് ഈ വീഡിയോയിലൂടെ തരുന്നത്. ഓക്കെ, ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പോർഷൻസും കൃത്യമായിട്ട് പഠിച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് എക്സാമിനേഷന് തയ്യാറാവുക. ഓൾ ദി ബെസ്റ്റ്.